ദൈവം തിരഞ്ഞെടുത്ത ജനം, യഹൂദജനം, ദൈവത്തിൻ്റെ പാദപീഠം, ജെറൂസലേം നഗരം, ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ജെറൂസലേം ദേവാലയം. ഇതായിരുന്നു യഹൂദരുടെ മൗലികമായ വിശ്വാസധാര. യഹൂദരുടെ മതാത്മക ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ജെറൂസലേം ദേവാലയം. നേർച്ച കാഴ്ചകൾ അർപ്പിക്കാൻ, ബലിയർപ്പിക്കാൻ, തിരുനാളുകളിൽ പങ്കെടുക്കാൻ, ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് യഹൂദർ ജെറൂസലേം ദേവാലയത്തിൽ വന്നിരുന്നു. യഹൂദർക്ക് ഒറ്റ ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ, ജെറൂസലേം ദേവാലയം മാത്രം. മറ്റുള്ളതൊക്കെ പ്രാർത്ഥനാലയങ്ങളാണ്. സിനഗോഗ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ രാജാവായിരുന്ന സോളമൻ്റെ കാലം വരെ യഹൂദ ജനതയ്ക്ക് ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല. ഗോത്രപിതാവായ അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ മോറിയ മലയിൽ ദൈവകൽപ്പന പ്രകാരം സോളമൻ മനോഹരമായ ഒരു ദേവാലയം പണികഴിപ്പിച്ചു. ഏകദേശം 400 വർഷം മാത്രമേ ആ ദേവാലയം നിലനിന്നിട്ടുള്ളൂ. എന്നാൽ BC 587 ബാബിലോണിയക്കാർ ജെറൂസലേം കീഴടക്കിയപ്പോൾ ആ ദേവാലയം അവർ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് സെറുബാബേലിൻ്റെ കീഴിൽ രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. BC 515 ദേവാലയത്തിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് ദേവാലയം പിന്നെയും പുനരുദ്ധരിക്കപ്പെട്ടു. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയം ഹെറോദോസിൻ്റെ കാലത്ത് പുതുക്കിപ്പണിത ആ ദേവാലയമാണ്. AD 70 റോമൻ പട്ടാളം ആ ദേവാലയവും കല്ല് ശിക്ഷിക്കാതെ തകർത്ത് കളഞ്ഞു. ഇന്ന് അവിടെയുള്ളത് വിലാപത്തിൻ്റെ ഒരു മതിൽ മാത്രം. യഹൂദർക്ക് വേറെ ദേവാലയങ്ങളൊന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയം ശുദ്ധീകരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. ദേവാലയം ശുദ്ധീകരണം നടത്തുന്ന ഈശോ ഒരു പുതിയ ദേവാലയ സങ്കല്പമാണ് നമ്മോട് പങ്കുവയ്ക്കുക. യേശുവാണ് പുതിയ ദേവാലയം. ദേവാലയ ധർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറുന്നത് യേശുവിലാണ്. എന്താണ് ദേവാലയ ധർമ്മങ്ങൾ? ദേവാലയം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കുക, ദൈവാത്മാവിനെ നൽകുക, വചനം നൽകുക, ബലിയർപ്പിക്കുക. ഇതൊക്കെയാണ് ദേവാലയ ധർമ്മങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ദേവാലയത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറിയിരിക്കുന്ന ഇടമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള ദേവാലയം. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ സംസാരിച്ചത്. നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസങ്ങൾക്കുള്ളിൽ ഞാനത് പുനരുദ്ധരിക്കും എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ശിഷ്യന്മാരത് അനുസ്മരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പടുത്തുയർത്ത ദേവാലയത്തെക്കുറിച്ചല്ല ഇത് നശിപ്പിക്കുക, ഞാൻ 3-ാം ദിവസം പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞു. മറിച്ച് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അത് ശിഷ്യന്മാർ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവിൽ നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. അതെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ഈശോയുടെ ദേവാലയ സങ്കല്പം നമ്മിൽ ഓരോരുത്തരും അന്വർത്ഥമാകണം. നമ്മൾ ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ ക്ഷേത്രമാണ്. അത് സത്രം പോലെ ആക്കരുത്, ആർക്കും കയറി ഇറങ്ങാവുന്ന ഒരിടമാകരുത്. മറിച്ച് അത് വിശുദ്ധമായിട്ട് കാത്തു പരിപാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.